സർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഡൽഹിയിൽ സംസ്കരിക്കാൻ പോലും ഒരു കോൺഗ്രസ് പ്രവർത്തനം മുന്നോട്ട് വന്നില്ല. പക്ഷേ ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ കാലം കഴിഞ്ഞ് മൻമോഹൻ സിംഗിൻ്റെ നിര്യാണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം സ്ഥാപിക്കാൻ സ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത്? ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ യമുന നദിക്കരയിൽ മൻമോഹൻ സിംഗിന് സ്മാരകത്തിന് വേണ്ട സ്ഥലം വേണം, അങ്ങനെ ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് അടക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഖാർഗെ മോദിക്ക് കത്തെഴുതിയിരുന്നു. ഖാർഗെ മോദിയെ വിളിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പ്രിയങ്ക, KC വേണുഗോപാൽ ഇവരൊക്കെ രാജ്നാഥ് സിംഗിന് കത്തെഴുതിയിരുന്നു. മൻമോഹൻ സിംഗിന് സംസ്കരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കണം, അവിടെ സ്മാരകം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്മാരകത്തിന് വേറെ സ്ഥലം അലോട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ശവദാഹം നിഗംബോധ് ഘട്ടിലാകട്ടെ എന്ന നിലപാടാണ് എടുത്തത്. നിഗംബോധ് ഘട്ട് എന്ന് പറയുന്നത് ഡൽഹിയിലെ ഏറ്റവും വലിയ ശ്മശാനമാണ്. അത് VIP മാത്രം അടക്കുന്ന സ്ഥലമൊന്നുമല്ല, എല്ലാവരെയും അടക്കുന്ന ഒരു വലിയ ശ്മശാനമാണ്. എല്ലാ സൗകര്യങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് ഈ നിഗംബോധ് ഘട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയിട്ടുള്ള സർക്കാരുണ്ടല്ലോ, ആ ക്യാബിനറ്റ്, ആ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു ഡൽഹിയിൽ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് ഓരോ VIPക്കും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിമാർക്കും ഒന്നും സ്മാരകം നിർമ്മിക്കാനായിട്ട് പ്രത്യേകം സ്ഥലം നീക്കി വെക്കേണ്ടതില്ല, പ്രത്യേകം ഒരു സ്ഥലത്ത് നീക്കി വെച്ചിട്ട് അവിടെ അടക്കം ചെയ്യേണ്ടതൊന്നുമില്ല എന്ന് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ 2013 തീരുമാനിച്ചതാണ്. ആ തീരുമാനിച്ച ആ ആൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേക സ്മാരകത്തിന് സ്ഥലം വേണം എന്നൊക്കെ ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ വാശി പിടിച്ചത്. 2014 കേന്ദ്രം ഈ പൊതു ശ്മശാനത്തിൽ അടക്കിയാൽ മതി എല്ലാവരെയും. 2014 മോദി വരുന്നത്. 2013 2013 പോകുന്ന പോക്കിലാണ് മൻമോഹൻ സിംഗ് ഈ തീരുമാനങ്ങളൊക്കെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങൾ വഖഫ് ബോർഡിനും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് കെട്ടിടങ്ങളും പഴയ സ്മാരകങ്ങളും ഒക്കെ വഖഫ് ബോർഡിന് കൊടുക്കുന്നത്. ഡൽഹിയിലെ കണ്ണായ സ്ഥലങ്ങൾ ഇതൊക്കെ 2013 നടക്കുന്നത്. 2013 പിന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേറെയും പല തീരുമാനങ്ങൾ ഇതുപോലെ മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു. അതിൽ ഭൂരിപക്ഷ സമുദായത്തിനെതിരെ മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ വർഗീയത ഭൂരിപക്ഷ സമുദായത്തിന്, ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടിൽ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ അവസാന കാലത്ത് പ്രത്യേക സ്ഥലമൊന്നും നീക്കി വെക്കേണ്ടതില്ല പ്രധാനമന്ത്രിമാരുടെ ശവദാഹത്തിന് എന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ രാജ്ഘട്ടിൽ രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ അടക്കാം എല്ലാവരെയും എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ നെഹ്റു കുടുംബത്തിന് പുറത്ത് ആർക്കെങ്കിലും ഡൽഹിയിൽ സ്മാരകം വേണമെന്ന് ഇതുവരെ നെഹ്റു കുടുംബം പറഞ്ഞിരുന്നില്ല. നെഹ്റു കുടുംബം ആദ്യമായിട്ടാണ് നെഹ്റു കുടുംബത്തിന് പുറത്തൊരാൾക്ക് പ്രധാനമന്ത്രി, നെഹ്റു കുടുംബത്തിന് പുറത്തെ ഒരു പ്രധാനമന്ത്രിക്ക് സ്മാരകം വേണം എന്ന് പറയുന്നത്. നരസിംഹറാവുവിൻ്റെ കാര്യത്തിൽ നരസിംഹറാവുവിൻ്റെ ജഡം AICC ഓഫീസിലേക്ക് കയറ്റിയില്ല, ഫുട്പാത്തിൽ ആ വണ്ടി നിർത്താൻ പറയുക ചെയ്തത്. അവിടെ വന്നാണ് സോണിയ വന്ന് പുഷ്പമൊക്കെ ഇട്ടിട്ട് പോയതല്ലേ? അതായത് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചില്ല. അത് ആദ്യമായിട്ടല്ലായിരുന്നു ഒരു AICC പ്രസിഡന്റായ ഒരു വ്യക്തിയുടെ അല്ലേ? അതെ, ബോഡി. മാത്രമല്ല അത് ഹൈദരാബാദിൽ കൊണ്ടുപോയി ശവദാഹം നടത്തിക്കൊള്ളണം എന്നും കോൺഗ്രസ്സുകാർ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു നരസിംഹറാവുവിൻ്റെ. അപ്പോൾ അതിൻ്റെ നെഹ്റു കുടുംബത്തിന് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നരസിംഹറാവുവിന് വേണ്ടി, കാരണം ശവദാഹം നടത്തിയ സ്ഥലത്തൊക്കെയാണല്ലോ സ്മാരകം ഉണ്ടാക്കുക.
അപ്പോൾ ഡൽഹിയിൽ ഒരു സ്മാരകം ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. അതാ നരസിംഹറാവുവും സോണിയാഗാന്ധിയും തമ്മിൽ നല്ല ബന്ധമല്ല, നല്ല ശത്രുതയായിരുന്നല്ലോ അവസാന കാലത്ത്. അതെ. അപ്പോൾ ആ ശത്രുത ജഡത്തിനോടും ഉണ്ടായിരുന്നു. പിന്നെ 10 കൊല്ലത്തിന് ശേഷം BJP സർക്കാരാണ് നരസിംഹറാവുവിന് അവിടെ സ്മാരകം ഉണ്ടാക്കുന്നത് ഡൽഹിയിൽ. മാത്രമല്ല നരസിംഹറാവു സർക്കാർ ഈ കൊല്ലം അദ്ദേഹത്തിന് നരസിംഹറാവുവിന് ഭാരതരത്നം ബഹുമതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ BJP ആണ് ഒരു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഈ സോണിയയുടെ അന്നത്തെ ചിന്താഗതി നരസിംഹറാവുവിനെ ഡൽഹിയിൽ ഓർമ്മിക്കപ്പെടുക പോലും ചെയ്യരുത്, അത്രയും ഒരു ക്രൂരമായ ചിന്താഗതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതെ, നരസിംഹറാവുവിനോട് ഇങ്ങനെയൊക്കെ പെരുമാറി ഒരു പ്രധാനമന്ത്രിക്ക് ഒരു സ്മാരകം പോലും ഉണ്ടാകരുതെന്ന് വിചാരിച്ചു. അന്ന് സ്മാരകത്തിന് വേണ്ടി ആരോടും മുൻകൈ എടുത്തില്ല അവര്. എന്നിട്ടിപ്പോ മൻമോഹൻ സിംഗിന്റെ കാര്യം വരുമ്പോ ഒരു ഇരട്ടത്താപ്പ് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ. ഇത് മാത്രല്ല അതിന്റെ പേരില് ഇല്ല ഞങ്ങള് അങ്ങനെ ഒരു സ്മാരകത്തിന് സ്ഥലം തരുന്നില്ല, പൊതു ശ്മശാനത്തിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ബഹളം ഉണ്ടാക്കിയിട്ട് സിഖ് സമുദായത്തിന്റെ ഒരു സഹതാപം പിടിച്ചു പറ്റുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇന്നലെ ഈ സോണിയാഗാന്ധി പറഞ്ഞിട്ട് ഗാർഗെയും KC വേണുഗോപാലും കൂട്ടരുമൊക്കെ നടത്തിയത്. ഒരു രാഷ്ട്രീയ അജണ്ടയാണ് അതിന് പിന്നിലെ. ഒരു ജഡം വെച്ചിട്ട് കളിക്കാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1996 ശേഷം നരസിംഹറാവുവിനെ പൊതുവെ ഒതുക്കുകയാണ് ചെയ്തത് ഇവര്. എന്താന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് സംഭവം, സാമ്പത്തിക കാര്യങ്ങൾ, പിന്നെ ഈ റാവുവിൻ്റെ നിലപാടുകളോടുള്ള അതൃപ്തി, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വച്ചിട്ട് റാവുവിന് വേണ്ടി ഒന്നും കോൺഗ്രസ് ചെയ്യുമായിരുന്നില്ല. പിന്നെ റിഫോം ഉണ്ടല്ലോ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിലുണ്ടായത്, അത് നരസിംഹറാവുവിൻ്റെതാണെന്ന് കോൺഗ്രസ് ഒരിക്കലും അംഗീകരിച്ചില്ല. എപ്പോഴും മൻമോഹൻ സിംഗിൻ്റെതെന്നാണല്ലോ പറയുക. നരസിംഹറാവു അല്ലേ മൻമോഹൻ സിംഗിനെ കണ്ടെത്തി കൊണ്ടുവന്നിട്ട് ധനമന്ത്രിയാക്കുന്നത്. അതെ അതെ, ഒരു രാഷ്ട്രീയ ബന്ധം ഇല്ലാതിരുന്ന ഒരാളെ പിടിച്ചിട്ട് അല്ലേ കൊണ്ടുവരുന്നത്. ഇതൊന്നും പറയുന്നില്ല, റിഫോം മുഴുവൻ മൻമോഹൻ സിംഗിന്റെ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നെഹ്റു കുടുംബത്തിന് പുറത്ത് ഈ നെഹ്റു കുടുംബത്തിന് പുറത്തൊരാൾ 5 കൊല്ലം പ്രധാനമന്ത്രി ആകുന്നത് ആദ്യം നരസിംഹറാവു ആണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പ്രത്യേക സ്മാരകം ഇല്ലാത്ത ഏക കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത് നരസിംഹറാവു. 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ BJP സർക്കാരാണല്ലോ സ്മാരകം ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പരിഗണിച്ചതേ ഇല്ല. 2004 ഡിസംബറിലാണ് നരസിംഹറാവു മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ AICC ആസ്ഥാനമായ 24 അക്ബർ റോഡിൽ കയറ്റിയില്ല. പ്രധാന ഗേറ്റിൻ്റെ പുറത്ത് തെരുവിൽ വിലാപ യാത്രാ വാഹനം നിർത്താൻ പറയുക ചെയ്തത്, അകത്തേക്ക് കയറ്റണ്ട എന്നുള്ളത്. ഈ AICC ആസ്ഥാനം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ, എല്ലാ കോൺഗ്രസ്സുകാർക്കും പോകാവുന്നതല്ലേ. പക്ഷെ തറവാട്ട് സ്വത്താണെന്നുള്ള മട്ടിലാണ് പെരുമാറിയത്. അതായത് ഈ റാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പല കാര്യങ്ങളും സോണിയയുടെ ആലോചിക്കാതെ സ്വന്തമായി തീരുമാനം പിൻസീറ്റ് ഡ്രൈവിംഗ് അടിമയല്ലായിരുന്നു, നെഹ്റു കുടുംബത്തിന്റെ അടിമയല്ലായിരുന്നു. അതിന്റെ ഒരു വാശിയും വൈരാഗ്യമാണ് അവിടെ തീർത്തത് അല്ലേ. മാത്രമല്ല റാവും ഭയങ്കര മിടുക്കല്ലേ, 18ഓളം ഭാഷകൾ അറിയാവുന്ന ഒരു പണ്ഡിതനൊക്കെ. ഭാഷ അറിയുന്നതൊക്കെ ഇരിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ റിഫോം എന്ന് പറയുന്ന സംഗതി തുടങ്ങി വെക്കുന്ന അദ്ദേഹമാണ്. പക്ഷെ അതിനെയൊക്കെ മൂടി വെക്കുകയാണ്, എല്ലാം നരസിംഹറാവുവിലൂടെ തുടങ്ങിയില്ല എന്ന് വരുത്തി. അതെ, എല്ലാം മൻമോഹൻ സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിലാപയാത്രാ വാഹനം തെരുവിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് കോൺഗ്രസ് അപമാനിച്ചത്. നരസിംഹറാവുവിൻ്റെ ജഡത്തിനെ പോലും BJP സർക്കാർ 2015 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് സ്മാരകം ഉണ്ടാക്കി. ഏക്താ സ്ഥൽ, അവിടെയാണ് സമാധി സ്മാരകം ഉണ്ടാക്കിയത്. ഏക്താ സ്ഥൽ. മുൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ ആദരവിന് അവകാശമുണ്ട് എന്ന് BJP വിലയിരുത്തി. അങ്ങനെയാണ് സ്മാരകം ഉണ്ടാക്കുന്നത്. ഈ വർഷം ഭാരതരത്നവും കൊടുത്തു. ഇപ്പോൾ 7 ദിവസം മൻമോഹൻ സിംഗിന് ദുഃഖാചരണം
പഴയ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിസഭാനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വന്തമായി പാദമുദ്ര പതിച്ചയാളാണ് മൻമോഹൻ സിംഗ് എന്നൊക്കെ BJP സർക്കാർ ഇന്നലെ പറയുകയുണ്ടായി. ഖാർഗെ മോദിയെ വിളിച്ചു, കത്ത് കൊടുത്തു. അതിൽ പ്രധാനമന്ത്രിമാർക്ക് സ്മാരകങ്ങളുണ്ട് എന്ന് ആ കത്ത് ഞാൻ വായിച്ചു. ഡൽഹിയിൽ പ്രധാനമന്ത്രിമാർക്ക് സ്മാരകങ്ങളുണ്ട്. അതുകൊണ്ട് മൻമോഹൻ സിംഗിന് സ്മാരകത്തിന് സ്ഥലം നീക്കി വെക്കണം എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖാർഗെയുടെ കത്തിലുള്ള ആ വാചകം വിചിത്രമാണ്. ഡൽഹിയിൽ പ്രധാനമന്ത്രിമാർക്ക് സ്മാരകങ്ങളുണ്ട് എന്നതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നരസിംഹറാവുവിൻ്റെ സ്മാരകത്തിൽ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് സർക്കാരിനില്ല. അതുണ്ടായത് BJP സർക്കാർ കൊണ്ടാണ്. അല്ലെങ്കിൽ BJP സർക്കാരും ഇല്ല എങ്കിൽ ഈ വാചകയിൽ എഴുതാൻ പറ്റില്ലായിരുന്നു. എല്ലാ പ്രധാനമന്ത്രിമാർക്കും സ്മാരകം ഉണ്ടെന്ന് ഖാർഗെക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് അകാലിദളിൻ്റെ ഈ ബാദൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് രാജ്ഘട്ട് ഗാന്ധിയെ സംസ്കരിച്ച സ്ഥലമാണ്. രാജ്ഘട്ടിൽ മൻമോഹൻ സിംഗിൻ്റെ ശവദാഹം നടത്തണം, അവിടെ സ്മാരകം നിർമ്മിക്കണം എന്ന് അകാലിദളിനെ കൊണ്ടും ശിരോമണി അകാലിദളിനെ കൊണ്ട് ബാദലിനെ കൊണ്ട് ഇന്നലെ പറയിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പോൾ BJPയുടെ വക്താവ് CR കേശവൻ ഇന്നലെ പറഞ്ഞു, ഇത് വല്ലാത്തൊരു വിരോധാഭാസമാണ്. മറ്റേ നരസിംഹറാവുവിൻ്റെ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ സഞ്ജയ് ബാറു ഉണ്ടല്ലോ, മൻമോഹൻ സിംഗിൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്ന, അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന, മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ ജോലി ചെയ്തിരുന്ന സഞ്ജയ് ബാറു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മൻമോഹൻ സിംഗിൻ്റെ കൂടെയോ ഒക്കെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നരസിംഹറാവുവിൻ്റെ ശവദാഹം ഹൈദരാബാദിൽ മതി എന്ന് അന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അത് നരസിംഹറാവുവിൻ്റെ മക്കളോട് പറയണമെന്ന് സഞ്ജയ് ബാറുവിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നിങ്ങൾ പോയിട്ട് വേണം ഇത് നരസിംഹറാവുവിൻ്റെ മക്കളെ ബോധ്യപ്പെടുത്താൻ. ശവദാഹം ഇവിടെ വേണ്ട, അത് ഹൈദരാബാദിൽ നടത്തിയാൽ മതി. അതായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ ഡൽഹിയിൽ നിന്ന് തുടച്ച് നീക്കണം, അവിടെ നെഹ്റു കുടുംബം മാത്രം മതി എന്നുള്ള ചിന്തയായിരുന്നു അതിൻ്റെ പുറകിൽ. അപ്പോൾ പ്രണബ് കുമാർ മുഖർജി മരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം കൂടി അനുശോചന പ്രമേയമൊന്നും പാസ്സാക്കിയില്ല എന്ന് ഇന്നലെ പ്രണബ് മുഖർജിയുടെ മകള് ശർമ്മിഷ്ഠ മുഖർജി പറഞ്ഞത് ഓർമ്മിക്കുകയുണ്ടായി. അപ്പോൾ പ്രണബ് കുമാർ മുഖർജിയോടും ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി അല്ല എന്നൊരു ന്യായം. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് സ്മാരകത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ സാധാരണ പ്രസിഡന്റുമാർക്ക് സ്മാരകം ഇല്ല എന്നാണെന്ന് കോൺഗ്രസ് പറഞ്ഞത്. എന്നാൽ പ്രണബ് കുമാർ മുഖർജിയുടെ ഡയറിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, KR നാരായണൻ മരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ചേർന്ന് അനുശോചന പ്രമേയം പാസ്സാക്കിയിരുന്നു. KR നാരായണൻ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അത് പ്രണബ് കുമാർ മുഖർജിക്ക് നിഷേധിച്ചു. പ്രണബ് കുമാർ മുഖർജിയുടെ മരണത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി ചേർന്ന് അനുശോചിച്ചില്ല. അതാണ് ഇരട്ടത്താപ്പ്. KR നാരായണൻ്റെ മരണത്തിന് ശേഷം കോൺഗ്രസ് പ്രവർത്തക സമിതി പാസാക്കിയ അനുശോചന പ്രമേയം അത് എഴുതിയത് പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു. ആണല്ലേ? ജയറാം രമേശ് ഇന്നലെ പറയുണ്ടായി, മറ്റേ മൻമോഹൻ സിംഗിനെ ഇൻസൾട്ട് ചെയ്യാണ്, അപമാനിക്കുകയാണ്, സ്മാരകത്തിന് സ്ഥലം അനുവദിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയാണ് എന്നും ജയറാം രമേശ് പറഞ്ഞു മൻമോഹൻ സിംഗ്. അത് പറയുന്നത് എന്തിനാണ്? സിഖുകാരുടെ ഒരു വികാരം ഇളക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പം നെഹ്റു, ഇന്ദിര, രാജീവ് ഗാന്ധി ഇവരൊക്കെ രാജ്ഘട്ടിലാണ്. ഗാന്ധിയുടെ ശവദാഹ സ്ഥലമാണ് രാജ്ഘട്ട്. 2008 വാജ്പേയി മരിക്കുന്നത്. അത് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശവദാഹമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടേത് ശക്തി സ്ഥൽ എന്ന് പറഞ്ഞ് മാറ്റി തിരിച്ചു രാജ്ഘട്ടിൽ.
രാജീവ് ഗാന്ധിയുടേത് വീർഭൂമി എന്ന് പറഞ്ഞ് മാറ്റിത്തിരിച്ചു. അപ്പോൾ ഈ നെഹ്റു കുടുംബത്തിലെ അല്ലാതെയുള്ള കോൺഗ്രസ് നേതാക്കളൊന്നും അല്ലെ പ്രധാനമന്ത്രിമാർക്കൊന്നും ഇനി അവിടെ സ്മാരകം വേണ്ട എന്നായിരുന്നു ഇവരുടെ ഒരു തീരുമാനം അല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ റാവുവിൻ്റെ അടുത്തൊരു നീതി, നരസിംഹറാവുവിനെ മാറ്റി നിർത്തിയാൽ മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് വേറെ നീതി. അപ്പോൾ ഇത് മാത്രമല്ലല്ലോ, ഈ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്ന സമയത്ത് ഒരു നീതികേട് കാണിച്ചില്ലേ? വേണമെങ്കിൽ പ്രണബ് കുമാർ മുഖർജിയെ അന്ന് പ്രധാനമന്ത്രി ആക്കാമായിരുന്നല്ലോ. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കി ഒതുക്കിയില്ലേ? അപ്പോൾ ഈ നെഹ്റു കുടുംബത്തിന് അവർക്ക് കിട്ടാത്തവരോടൊക്കെ അങ്ങ് പകയാണോ? ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മൻമോഹൻ സിംഗിൻ്റെ കാര്യം പറഞ്ഞിട്ട് സിഖ് വികാരം ഇളക്കാൻ നോക്കിയല്ലോ. അതെ, 1984 ഇന്ദിരയുടെ മരണശേഷം നടന്നിട്ടുള്ള സിഖ് കൂട്ടക്കലെയോ. അപ്പോൾ ആ സമയമൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ ഇപ്പോൾ ഒന്ന് എടുത്തതായിരിക്കും. സുവർണ്ണ ക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷനോ അതിൻ്റെ പേരിലൊക്കെ പിന്നീട് സോണിയാഗാന്ധി ഓടി നടന്ന് മാപ്പ് പറഞ്ഞില്ലേ? അതെ, വിശ്വസിക്കാൻ കൂടില്ല ഇതുങ്ങളെ. കോൺഗ്രസ് മര്യാദയില്ല, ധാർമ്മികതയില്ല, ഒരു രാഷ്ട്രീയ മാന്യതയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.